കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പേരുകളിൽ ഒന്ന് ശശി തരൂരിൻ്റെതാണ്. ശശി തരൂരിൻ്റെ തുടരുന്ന മോദി സ്തുതികൾ, അതിനോട് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വം പറയും അത് ദേശീയ നേതൃത്വത്തോട് ചോദിക്കണമെന്ന്. ദേശീയ നേതൃത്വത്തോട് ചോദിച്ചാൽ പറയും ഒരു ലക്ഷ്മണരേഖയുണ്ട്, അത് ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന്. ഇനി ഈ ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് എപ്പോഴാണ് ലംഘിക്കപ്പെടുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും മോദി സ്തുതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് പറയുന്നതാണ് ഒരു ലക്ഷ്മണരേഖയുണ്ട്, അത് ലംഘിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന്. ആ ലക്ഷ്മണരേഖ അപ്പോൾ എവിടെയാണ് കോൺഗ്രസ് വരച്ചിരിക്കുന്നത്? ഒരു കാര്യം ഓർക്കണം, ശശി തരൂർ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അതിനെതിരെ നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള നിലപാടുമായി രംഗത്ത് വന്ന കോൺഗ്രസ് നേതാക്കളാരും BJP നേതാവായ നമ്മുടെ പ്രധാനമന്ത്രിയെ തരൂർ പുകഴ്ത്തി പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം, അല്ലെങ്കിൽ ആ മൗനത്തിൻ്റെ പിന്നിൽ എന്തായിരിക്കാം? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. സിബി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, യഥാർത്ഥത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പെട്ടുനിൽക്കുകയാണോ? ശശി തരൂരിനെതിരെ മോദി സ്തുതിയിൽ ഒരു നടപടി സ്വീകരിക്കാൻ അവർക്ക് പറ്റാതെ പോകുന്ന സാഹചര്യമാണോ ഉള്ളത്? ഒരു കാര്യം കൂടി ഓർക്കണം, ശശി തരൂർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന നേട്ടങ്ങളെ, വ്യാവസായിക നേട്ടത്തെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അതിശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നവരെല്ലാം മോദിയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. മനു, തീർച്ചയായും ഇത് ആദ്യത്തെ സംഭവമല്ല. മുൻപും സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടം ഈ എണ്ണി പറയുന്നതിന് മുൻപ് തന്നെ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടല്ലാതെ തന്നെയും നിരവധി തവണ ശശി തരൂർ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും മിണ്ടാത്ത കോൺഗ്രസ് നേതാക്കളാണ് പിന്നീട് സംസ്ഥാന സർക്കാരിനെതിരെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ വാളെടുത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശശി തരൂർ അല്പം കൂടി കടന്നുപോയി എന്ന ഒരു ചിന്തയും അഭിപ്രായമെല്ലാം നിലയിൽ നേതാക്കൾക്കുണ്ട്. പക്ഷേ ഒരു കൃത്യമായ ഒരു നടപടിയിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഹൈക്കമാൻഡിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ശശി തരൂർ മോദി സ്തുതിയും എല്ലാം തന്നെ നടത്തുകയും അതോടൊപ്പം തന്നെ ലേഖനങ്ങൾ എഴുതുകയും അതും കടന്ന് പിന്നീട് സോഷ്യൽ മീഡിയ വഴി തനിക്ക് പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട, ചിറകുകൾ നിങ്ങളുടേതാണ്, പക്ഷേ ഈ ആകാശം ആരുടെയും സ്വന്തമല്ല എന്ന രീതിയിലെല്ലാം തന്നെയും അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി കോൺഗ്രസിനെയും ഹൈക്കമാൻഡിനെയും ട്രോളുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതിൽ ഒരു കൃത്യമായ നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായിട്ട് പോലും അതിനെയൊന്നും നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ശശി തരൂർ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളത്. വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം തന്നെ ശശി തരൂർ ഇപ്പോൾ ദില്ലിയിലെത്തിയിട്ട് മോസ്കോയിൽ നിന്ന് ദില്ലിയിലെത്തിയിട്ട് ഇപ്പോൾ 2 ദിവസമായി മാധ്യമങ്ങളുമായി ഇതുവരെയും ശശി തരൂർ സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള. ഇന്നലെ ഒരു പകൽ മുഴുവൻ മാധ്യമങ്ങൾ ശശി തരൂരുമായി സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്നലെ വിദേശകാര്യ പാർലമെൻ്ററി സമിതി എല്ലാം തന്നെയും ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൂടാതെ അദ്ദേഹം ആമിർ ഖാൻ്റെ പുതിയ ഒരു സിനിമ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് കാണുകയും ചെയ്തു. അങ്ങനെയൊക്കെ ശശി തരൂരിൻ്റെ നിരവധി പരിപാടികൾ, ഇന്നലെ ഉച്ചയ്ക്ക് വേറൊരു ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള ആളുകളുമായി അദ്ദേഹത്തിൻ്റെ ഉച്ചയ്ക്ക് ലഞ്ചടക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി അദ്ദേഹത്തിൻ്റെ പരിപാടികളുമായി അദ്ദേഹം ഇങ്ങനെ ദില്ലിയിലൂടെയൊക്കെ പോവുകയാണ്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സംസ്ഥാനത്തെല്ലാം തന്നെയും ഇന്നലെ യോഗങ്ങൾ യോഗത്തിൽ തരൂർ പങ്കെടുക്കേണ്ടായിരുന്നു. പക്ഷേ തരൂർ പങ്കെടുത്തുമില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം തന്നെ ശശി തരൂർ തൻ്റെ നിലപാടിൽ ആവർത്തിച്ച് നിൽക്കുകയും മോദിയെ വീണ്ടും പുകഴ്ത്തുകയും മാത്രമല്ല മോദി ഈ ഒരു രാജ്യത്തിന് വലിയൊരു ആസ്തിയാണെന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്ന ഒരു സ്ഥിതി കൂടി കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നും ശശി തരൂരിൻ്റെ അഭിപ്രായവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമെല്ലാം തന്നെ തേടാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ശശി തരൂർ ഇനി BJPയിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ പോകണമെങ്കിൽ പോകട്ടെ, എന്നാൽ പുറത്താക്കേണ്ട നിലപാട് വേണ്ട എന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. എന്നാൽ തരൂരാകട്ടെ തന്നെ പുറത്താക്കുകയാണെങ്കിൽ താൻ പോകാം, അല്ലെങ്കിൽ താൻ ഇപ്പോൾ തൻ്റെ ഈ ഒരു സംസാരം അല്ലെങ്കിൽ തൻ്റെ പരാമർശം തന്നെയും BJPയിലേക്കുള്ള വ്യാഖ്യാനം അതൊരു ന്യായീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയും. എല്ലാ തവണയും കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണല്ലോ തരൂർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് സിബി, ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച്, വ്യവസായ മേഖലയെക്കുറിച്ചുള്ള തരൂരിൻ്റെ ആ ഒരു പ്രശംസയുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എന്ത് ഉത്സാഹമായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് തരൂരിനെ വിമർശിക്കാൻ, തരൂരിനെതിരെ വാളെടുക്കാൻ. എന്തുകൊണ്ട് അതേ ഉത്സാഹം BJP അനുകൂലമായി സംസാരിക്കുമ്പോൾ കാണുന്നില്ല, മോദിക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ കാണുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ?
തീർച്ചയായും മനു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ശശി തരൂർ എന്ന് പറയുന്ന ഒരു കേരളത്തിലെ നേതാവായി മാത്രം കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചുരുക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല. അദ്ദേഹം ദേശീയ തലത്തിൽ ആഗോളതലത്തിലുള്ള ഒരു നേതാവെന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഓരോ പരാമർശവും അതുകൊണ്ട് തന്നെ ലോകശ്രദ്ധ നേടുന്ന പരാമർശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യുമ്പോൾ ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് BJP തന്നെയാണ്. BJPയുടെ ആശയങ്ങളും BJPക്കെതിരായ കൂട്ടായ്മയാണ് കോൺഗ്രസ് സംബന്ധിച്ച് വേണ്ടത്. പക്ഷേ ഇവിടെ മോദിയെയും BJPയെയും അല്ലെങ്കിൽ മോദിയെയും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെയും BJPയുടെ നയങ്ങളെയും പുകഴ്ത്തുമ്പോഴും വലിയ രീതിയിൽ നടപടിയിലേക്കോ അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്കോ പോകാതെ ഒന്നോ രണ്ടോ പേർ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ മാത്രം അല്ലെങ്കിൽ KM മുരളീനെ പോലെ വളരെ കുറച്ച് പേർ മാത്രം പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുകയും എന്നാൽ സംസ്ഥാനത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കൃത്യമായ നേട്ടങ്ങൾ അത് ഓരോ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുമ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ വാളെടുക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനം തീർച്ചയായും ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ സമയത്തല്ല തന്നെയും തരൂരിനെതിരെ മോദിക്കെതിരെ പറയുമ്പോൾ തരൂരിനെതിരെ നിലപാടെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. തരൂർ ഒരു ദേശീയ നേതാവാണെന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ സംസ്ഥാനത്തെ സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ തരൂരിനെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. എന്തായാലും തരൂർ സംബന്ധിച്ച് തരൂർ തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങളല്ല. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നുവോ അതിന് വിരുദ്ധമായി പറയുന്ന രീതിയിലേക്ക് തരൂർ മാറിയിരിക്കുന്നു. കോൺഗ്രസിന് വിരുദ്ധമായും നരേന്ദ്രമോദിക്ക് വാരോളം പുകഴ്ത്തിക്കൊണ്ടും ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളെല്ലാം തന്നെയും മോദിയെ പുകഴ്ത്തുന്ന ഒരു രീതിയിലേക്ക് ശശി തരൂർ മാറി. നമുക്കറിയാം എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാർ ഓരോ വിദേശത്ത് പോയി തങ്ങളുടെ കടമകൾ നിർവഹിച്ച് തിരിച്ചു വന്നെങ്കിലും ശശി തരൂർ സംബന്ധിച്ച് അവിടെ എല്ലാം തന്നെയും നരേന്ദ്രമോദി സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്താനുള്ള ഒരു വേദിയാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സംശയകരമായ ഒരു കാര്യം. അതാണ് കോൺഗ്രസിനെ ശരി, നമുക്ക് നോക്കാം സിബി. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ കെൽപ്പുണ്ടാകുമോ? അതല്ല എത്ര കാലം തരൂരിൻ്റേത് വ്യക്തിപരമായ പ്രസ്താവനയാണ് എന്ന് ന്യായീകരിക്കാൻ കോൺഗ്രസിന് പറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കോൺഗ്രസ് നീക്കം എങ്ങനെയാണ് എന്ന് കാത്തിരുന്ന് കാണാം.